ഓണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പായസം എന്നൊക്കെ പറഞ്ഞത്. നമുക്കൊരു പായസം ഇന്ന് ചെയ്യാം. അരിപ്പായസം. ഈ അരിയാണ് നമ്മൾ പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഉണക്കലരി. ഒരു 5 വിസിലടിച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ ഏകദേശം ഒരു 500 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നല്ലപോലെ താഴ്ത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഉരുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാൻ അങ്ങോട്ട് ഒഴിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് 2ാം പാൽ. അപ്പോൾ ഇത് ഒന്ന് തിളക്കട്ടെ. ഈ അരിപ്പായസം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണല്ലോ ഓരോ ഫുഡുകളും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഇത് കാണാവുള്ളൂ. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണക്കലരിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകി വരണം. നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചുക്ക് ഒന്ന് പൊടിച്ചെടുത്താണ്. ഞാൻ 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഏലക്കാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരല്പം നെയ്യോടെ ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് നല്ല കട്ടൊക്കെയുള്ള ഒരു 1ാം പാലൂടെ അതിൻ്റെ കൂട്ടത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ല കുറുകിയ 1ാം പാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വാങ്ങി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല രുചികരമായിട്ട് വീട്ടിൽ തന്നെ അരിപ്പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ.